എല്ലാവരെയും പുതിയ വാർത്തയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇറാനും അമേരിക്കയും പാകിസ്ഥാനും നടത്തിയ ചർച്ച എല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെ പൊളിഞ്ഞിരിക്കുകയാണ്. ഇനി എപ്പോൾ വേണമെങ്കിലും ആർക്കും വെടിക്കെട്ട് ആരംഭിക്കാവുന്ന തരത്തിലാണ് പശ്ചിമേഷ്യൻ യുദ്ധം ഇപ്പോൾ നിൽക്കുന്നത്. ആണവായുധം വികസിപ്പിക്കരുതെന്ന ഒറ്റ ഡിമാൻഡാണ് പ്രധാനമായും ഈ ചർച്ചയിൽ അമേരിക്ക മുന്നോട്ട് വെച്ചത്. ഈ നിബന്ധന ഇറാൻ തള്ളിയതാണ് ചർച്ച പൊളിയാൻ കാരണം. ആര് ചർച്ചിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ ആണവായുധവും ബാലിസ്റ്റിക് മിസൈലുകളും ഉണ്ടാക്കുന്നത് തുടരും എന്നാണ് ഇറാന്റെ നിലപാട്. ഇക്കാര്യം ഇവർ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നതാണ്. നമുക്ക് പുറത്തു വെച്ചൊരു എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ട് അകത്തേക്ക് കയറിയ മതി എന്നൊക്കെ പറഞ്ഞിട്ടും സമ്മതിക്കാതെയാണ് അമേരിക്ക ഈ ചർച്ചയിലേക്ക് ഇറാനെ ക്ഷണിച്ചിരുന്നത്. അവിടെ വെച്ച് എങ്ങനെയെങ്കിലും നിർബന്ധിച്ച് ഇവരെ കൊണ്ട് ഒരു പിടിക്കാന്നൊക്കെയാണ് കരുതിയിരുന്നത്. അത് നടന്നില്ല. ഇതെല്ലാം കേൾക്കുമ്പോൾ ഈ നിബന്ധന ഇറാൻ എന്തുകൊണ്ട് അംഗീകരിക്കാൻ കഴിയുന്നില്ല? ഇവന്മാർക്ക് എന്താണ് ഇത്രയധികം അഹങ്കാരം? അല്ലെങ്കിൽ തന്നെ ആരാണ് ഇപ്പോൾ ആണവായുധം ഉപയോഗിക്കുന്നത്? പിന്നെ എന്തിനാണ് ഇറാൻ ഇതിനു വേണ്ടി ഇത്ര നിർബന്ധം പിടിക്കുന്നത്? അല്ലെങ്കിൽ തന്നെ അമേരിക്ക ഒന്ന് ആഞ്ഞു പിടിച്ചാൽ ഇറാൻ പൊടിയായി തീരും എന്നൊക്കെ നിഷ്കളങ്കർ ചിന്തിക്കുന്നുണ്ടാവാം. എന്നാൽ ആ ചിന്തയൊക്കെ വെറുതെയാണ്. അത്രയും ശക്തമായ ആ അമേരിക്കയൊക്കെ അന്ധകാലം അത് പോച്ച്. ഇനി പഴയ വീരകഥകൾ പറഞ്ഞ് ദീർഘനിശ്വാസം വിടാം എന്ന് മാത്രമേ ഉള്ളൂ. ഇന്നിപ്പോൾ ശക്തരായ രാജ്യങ്ങളുടെയും സംഘടനകളുടെയും പോലും പിന്നാലെ നടന്ന് കരാറിന് അപേക്ഷിക്കുന്ന അമേരിക്കയാണ് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യക്ക് പിന്നാലെ നടക്കുന്ന ട്രംപ്, അതുപോലെ തന്നെ ഗാസ യുദ്ധം അവസാനിപ്പിക്കാൻ ഹമാസിന് പിന്നാലെയും ട്രംപാണ് പോയത്. പിന്നെ ചെങ്കടൽ കടക്കാൻ ഹൂത്തികളുടെ കാല് പിടിച്ച് കാര്യം സാധിക്കേണ്ടി വന്നു. പസഫിക്കിലെ ചൈനീസ് സൈന്യത്തെ ഭയക്കുന്ന അമേരിക്കൻ കപ്പലുകളെ രക്ഷിക്കാൻ കഠിന ശത്രുവായ ചൈനയുടെ പോലും കാല് പിടിക്കാൻ ട്രംപ് തയ്യാറായി എന്ന് നമ്മൾ അറിയണം. പിന്നെ എന്ത് മഹത്വം പറഞ്ഞുകൊണ്ടാണ് അമേരിക്കൻ പാണപ്പാട്ടുകാർ പാട്ടുപാടേണ്ടത്? അത് നിങ്ങൾ തന്നെ ചിന്തിക്കുക. വെനിസ്വേലയിലെ ഒരു പാവം പ്രസിഡന്റിനെ വീട്ടിൽ കയറി പിടിച്ചുകൊണ്ടുപോയതാണോ അയാളുടെ വീരത്വം? അതിലും എത്രയോ വലിയ ഹീറോയിസമാണ് കരച്ചട്ടിയിൽ നിന്നും മീനടിച്ചുകൊണ്ട് പോകുന്ന പൂച്ച ചെയ്യുന്നത് എന്ന് നിങ്ങൾ അറിയണം. ശരിയായ ഒരു കമാൻഡോ ഓപ്പറേഷൻ പൂച്ചയാണ് ചെയ്യുന്നത്. കാരണം പൂച്ച ഒറ്റയ്ക്കാണ് ഈ മീൻ പൊക്കുന്നത്. എന്നാൽ അമേരിക്കയോ മറ്റു രാജ്യങ്ങളിൽ നിന്നും ആളും ബഹളവും ഒക്കെ കൂട്ടിയിട്ടാണ് സാധാരണ യുദ്ധത്തിന് ഇറങ്ങാറുള്ളത്. വെനിസ്വേലൻ പ്രസിഡന്റിനെ പിടിച്ചു കൊടുത്താൽ $100 കോടി തരാം എന്നൊക്കെ പ്രഖ്യാപിച്ച് വലിയ യുദ്ധക്കപ്പലും സൈന്യവുമൊക്കെ ചെന്ന് പൂരപ്പറമ്പിലെ അടി നടക്കുന്നത് പോലെ ഒരു ബഹളമുണ്ടാക്കിക്കൊണ്ടാണ് ഉറങ്ങിക്കിടന്ന വെനിസ്വേലൻ പ്രസിഡന്റിനെ തൂക്കിയത് എന്ന് നിങ്ങൾ അറിയണം. ആ ഒരു വെനിസ്വേലൻ ഊർജവുമായാണ് ഇറാനിലേക്ക് യുദ്ധം ചെയ്യാൻ ചെന്നതും. പിന്നീട് നമ്മൾ കാണുന്നത് അടികൊണ്ടോടിയ ട്രംപിന്റെ കളസം വരെ മിഡിൽ ഈസ്റ്റിൽ കിടക്കുന്ന കാഴ്ചയാണ്. എന്നിട്ടും യാതൊരുവിധ ഉളുപ്പില്ലാതെ ഞങ്ങൾ ജയിച്ചെന്ന് സ്വയം പറഞ്ഞുകൊണ്ട് ട്രംപ് ലോകത്തിന്റെ മുന്നിൽ പരിഹാസ്യരാവുകയാണ്. ഇനി അഥവാ അങ്ങനെയൊന്നും അല്ല, നിങ്ങൾ യുദ്ധത്തിലൊന്നും ജയിച്ചിട്ടില്ല എന്ന് ആരെങ്കിലും ഈ ട്രംപിനോട് പറഞ്ഞാൽ ഇപ്പോൾ സ്പെയിനോട് പറയുന്നത് പോലെ സകല ബന്ധവും ഞങ്ങൾ ഉപേക്ഷിക്കും, വലിയ ചുങ്കം ഏർപ്പെടുത്തും എന്നൊക്കെ ആയിരിക്കും ട്രംപ് അവരെ ഭീഷണിപ്പെടുത്തുക. അവസാനം ഇവരുടെ ഈ പരാജയം നമുക്ക് പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിലും ഇന്നലെ കാണാൻ കഴിഞ്ഞിരിക്കുകയാണ്. അല്ലെങ്കിൽ തന്നെ തോറ്റോടിയവന്റെ ഡിമാൻഡുകൾ ആരാണ് അംഗീകരിക്കുന്നത്? അതാണ് പാകിസ്ഥാൻ ചർച്ചയുടെ പരാജയമായി കാണേണ്ടത്. ഇറാന്റെ ആണവ നിരോധനം എന്ന ഒരു കെണി കുറെ കാലമായിട്ട് അമേരിക്ക കൊണ്ടു നടക്കുന്നതാണ്. ഈ ചർച്ചയിലും ആണവ നിരോധനം എന്ന കെണിയാണ് പ്രധാനമായും അമേരിക്ക മുന്നോട്ട് ഇറക്കി വെച്ചത്. യുദ്ധവും ഭീഷണിയും ഇല്ലെങ്കിൽ ആണവായുധം എന്തിന് എന്ന് ചിന്തിച്ച് ഒരുപക്ഷെ ഇറാൻ ഈ കരാറിന് സമ്മതിച്ചേക്കും എന്ന പ്രതീക്ഷയിലാണ് ഇവർ ഈ ആണവായുധ നിരോധനം എന്ന ഒരു തന്ത്രവുമായിട്ട് ഇസ്ലാമാബാദിലേക്ക് ചെന്നത്. എന്നാൽ ഈ കരാർ അംഗീകരിച്ച് അതിൽ ഒപ്പിട്ടാൽ ഇറാന്റെ കാര്യം പിന്നെ കട്ടപ്പുകയായി എന്ന് ചിന്തിച്ചാൽ മതി. കാരണം ഈ കരാറിന്റെ ബലത്തിൽ അമേരിക്കയ്ക്ക് ഇറാന്റെ ആണവ സൈനിക ശേഷി പരിശോധിച്ച് ഉറപ്പിക്കാനുള്ള ഒരു അവസരമാണ് തെളിഞ്ഞു കിട്ടുന്നത്. ഇനി അഥവാ ഇറാനിൽ ആണവ യുറേനിയം ഉണ്ടെങ്കിൽ തന്നെ ഈ കരാറിന്റെ പേരും പറഞ്ഞത് നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് ലോകം എതിർത്താൽ പോലും ഇസ്രായേലിനെ കൊണ്ട് ഇറാനിൽ ഒരു ആണവാക്രമണം നടത്തിച്ചാൽ ഇസ്രായേൽ ഒരു തെമ്മാടി രാഷ്ട്രമായതുകൊണ്ട് ആദ്യമൊക്കെ ലോകത്ത് ചില ചർച്ചകളൊക്കെ നടക്കുമെങ്കിലും ഇറാന്റെ ശല്യം അതോടുകൂടി അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെല്ലാം തീരും എന്നുള്ളതാണ് വാസ്തവം. ഈ ഉടായ്പ് ഇറാൻ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ആണവായുധവും ബാലിസ്റ്റിക് മിസൈൽ നിർമ്മാണവും ഞങ്ങൾ ഉപേക്ഷിക്കില്ല എന്ന ഉപാധി ആദ്യമേ തന്നെ അവർ ഈ ചർച്ചയിൽ മുന്നോട്ട് വെച്ചത്. എന്നാൽ ഇറാന്റെ ഈ തിരിച്ചറിവ് ചർച്ചയ്ക്ക് ഇടനിൽ നിൽക്കുന്ന പാകിസ്ഥാൻ ഉണ്ടാവാത്തത് കൊണ്ടാണ് വ്യവസ്ഥകളില്ലാതെ അമേരിക്കയുമായി ഒരു ചർച്ച നടത്തൂ എന്ന് പാകിസ്ഥാൻ ഇറാനെ നിർബന്ധിക്കുന്നത്. പക്ഷേ ഇറാന്റെ സുരക്ഷയുടെ കാര്യത്തിൽ പാകിസ്ഥാന് എന്താണ് ഉത്തരവാദിത്തമുള്ളത്? അതുകൊണ്ട് തന്നെ ഈ പാകിസ്ഥാന്റെ നിർബന്ധത്തെയൊക്കെ ഇറാൻ തള്ളിക്കളയുകയാണ് ചെയ്തത്. ഇവന്മാർ വേരം വെളുക്കുന്നവരെ നടക്കാത്ത കാര്യവും പറഞ്ഞ് ചർച്ച ചെയ്തു എന്ന് പറഞ്ഞ് ഇറാൻ അവരുടെ വഴിക്ക് പോവുകയും ചെയ്തു. നേരം വെളുക്കുന്നവരെയാണ് ഈ ചർച്ച നടന്നത്. ഒറ്റ ഒരുത്തം ഉറങ്ങിയിട്ടില്ലെന്നുള്ളതാണെങ്കിൽ ഒരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറുടെ മാനസികാവസ്ഥയിലാണ് ഈ ചർച്ചയിലെ
പാകിസ്ഥാന്റെ ഇടപെടൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇറാനും അമേരിക്കയും ഒരു യുദ്ധവിരാമ കരാറിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഇതിലൂടെ പാകിസ്ഥാന് കിട്ടുന്നത് ചില്ലറ കമ്മീഷനൊന്നുമല്ല. ഏകദേശം $5 ബില്യൺ കടം കയറി മുടിഞ്ഞ് തിരിച്ചടവിന് പോലും മാർഗമില്ലാതെ മുടങ്ങിക്കിടക്കുകയും പിന്നെ രാജ്യം വൻ സാമ്പത്തിക ഞെരുക്കത്തിലും പെട്ടിരിക്കുമ്പോഴാണ് പാകിസ്ഥാന്റെ മുന്നിൽ വെടിനിർത്തൽ ഒരു കരാറിന്റെ രൂപത്തിൽ ഇപ്പോൾ പൊട്ടി വീണിട്ടുള്ളത്. ഈ ഇരു കൂട്ടരെയും കൊണ്ട്, അതായത് അമേരിക്കയെയും ഇറാനെയും കൊണ്ട് യുദ്ധം നിർത്തിച്ചുകൊണ്ട് ഹോർമുസ് കടൽ തുറക്കുന്ന ഒരു കരാറിൽ ഇറാനെ കൊണ്ട് ഒപ്പുവെപ്പിച്ച് തന്നാൽ പാകിസ്ഥാന്റെ മുഴുവൻ കടവും വീട്ടാനുള്ള $5 ബില്യൺ അതിന്റെ കൂടെ രാജ്യം സുഭിക്ഷമായി കഴിയാനുള്ള കോടിക്കണക്കിന് ഡോളർ വേറെയും തരാമെന്നാണ് സൗദി രാജാവ് പാകിസ്ഥാന് ഉറപ്പ് കൊടുത്തിട്ടുള്ളത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും സൗദി ധനകാര്യമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുള്ള അൽ ജദാനും തമ്മിൽ ഇസ്ലാമാബാദിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് ഈ ഉറപ്പ് കൊടുത്തിട്ടുള്ളത്. ഇതുകൂടാതെ മിഡിൽ ഈസ്റ്റിലെ മുഴുവൻ രാജ്യങ്ങളിൽ നിന്നും ഈ പേരിൽ കോടിക്കണക്കിന് ഡോളർ വാങ്ങാനുള്ള വഴിയും കൂടിയാണ് പാകിസ്ഥാന്റെ മുന്നിൽ തുറന്നു കിടക്കുന്നത്. രാജ്യം പച്ചപിടിക്കാൻ കിട്ടിയ ഈ സുവർണാവസരം ഇറാൻ കാരണം നഷ്ടപ്പെടുമോ എന്നൊരു ആശങ്ക പാകിസ്ഥാനിൽ ഇപ്പോൾ വല്ലാതെ ഉണ്ട് കേട്ടോ. അറബ് ടീമാണെങ്കിൽ മൊത്തം ആകാംക്ഷയോടെ പാകിസ്ഥാനിൽ തമ്പടിച്ചിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഇവർക്ക് ഈ കരാറൊന്ന് ഒപ്പിട്ട് കിട്ടണം, ഇറാൻ ഒന്ന് കനിയണം, ആ ഹോർമുസ് ഒന്ന് തുറന്നു കിട്ടണം, എങ്കിലേ ഉള്ളൂ എല്ലാവരുടെയും കാര്യത്തിൽ തീരുമാനം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ എല്ലാവരും പടനിടന്ന് ചാവേണ്ടി വരും. ഈ ചർച്ചയെല്ലാം പൊളിഞ്ഞ് വളരെ നിരാശയോടുകൂടി അമേരിക്കയ്ക്ക് വണ്ടി കയറാൻ പോയ ഈ ചർച്ചയിൽ മുന്നിട്ട് നിന്ന അമേരിക്കയുടെ വൈസ് പ്രസിഡന്റായ JD വാൻസിനോട് ഇന്ന് ഞായറാഴ്ച കൂടി ഒന്ന് നിൽക്കൂ, ഞങ്ങൾ ഇറാനെ ഒന്ന് വിളിച്ചുകൊണ്ട് വരാമോ എന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് പാകിസ്ഥാനും പിടിച്ചു നിർത്തിയിട്ടുണ്ട്. ഇയാൾ അവിടെ കാത്തു കെട്ടി പിന്നെയും കിടക്കുകയാണെന്ന് ഓർക്കണം. അമേരിക്കയുടെ വൈസ് പ്രസിഡന്റാണ്. ഇറാന്റെ ഭാവിയിൽ നിന്നും ഞങ്ങൾ കരാറിന് തയ്യാറാണ് എന്നൊന്ന് പറഞ്ഞ് കിട്ടിയാൽ മതി, അവർക്ക് ഉറക്കം നന്നായിട്ട് കിട്ടും. അത്ര ഒരു ഗതികേടിലാണ് ഈ അമേരിക്ക എന്ന് ഓർക്കണം. കാത്തു കെട്ടി കിടക്കുകയാണ്. പക്ഷേ ഇറാനെ സംബന്ധിച്ച് അവർ മുന്നോട്ട് വെച്ച 10 ഡിമാൻഡുകൾ അംഗീകരിക്കാതെ യാതൊരു കരാറിനും തയ്യാറല്ല എന്ന നിലപാടിലാണുള്ളത്. ഇറാൻ ഇങ്ങനെ പറയുന്നതിന് മുന്നിൽ അവർക്ക് മറ്റു ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ശരിക്കും ഇറാന്റെ യുദ്ധം റഷ്യയും ചൈനയും ഉൾപ്പെടുന്ന ഒരു ടീം വർക്കാണ് എന്നാണ് നമ്മൾ അറിയേണ്ടത്. യുദ്ധം കൊണ്ട് അമേരിക്കയെ സാമ്പത്തികമായി തകർക്കുക എന്നൊരു ലക്ഷ്യമാണ് ഈ ടീമിൻ്റെ ഉള്ളിലുള്ളത്. അതിനായി ചൈനയും റഷ്യയും ഇറാന് വാരിക്കോരി ആയുധങ്ങൾ നൽകുന്നതായിട്ട് അമേരിക്കൻ ഇൻ്റലിജൻസ് കണ്ടെത്തിയതായി ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആയുധങ്ങൾ ഇറാനിലേക്ക് ഇപ്പം എത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ 3 ഭയങ്കര പടഭണ്ഡാരം വിമാനത്തിലാണ് ഈ ആയുധങ്ങളൊക്കെ എത്തിയത്. അതിലാണെങ്കിൽ താഴ്ന്നു പറക്കുന്ന വിമാനങ്ങളെയൊക്കെ വീഴ്ത്താൻ വേണ്ടി തോളിൽ വെച്ചടിക്കുന്ന ഈ റോക്കറ്റ് ലോഞ്ചറുകളൊക്കെ ഉണ്ട്. അതുകൂടാതെ മറ്റു വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ, മറ്റു വാഹനങ്ങൾ, ഒരുപാട് സാധനമാണ് ചൈനയിൽ നിന്നും കഴിഞ്ഞ ദിവസം എത്തിയിട്ടുള്ളത്. ഇതിനൊപ്പം തന്നെ F-35, F-15 തുടങ്ങി റഡാറിന് പോലും കണ്ടെത്താൻ കഴിയാത്ത വിമാനങ്ങളെ പിടികൂടാൻ പോകുന്ന അത്യന്താധുനിക ചൈനീസ് റഡാറുകൾ വരെ ചൈന ഇറാന് നൽകിയിട്ടുണ്ട്. ഇതിനോടൊപ്പം റഷ്യയും ഇറാൻ സൈന്യത്തിന് പ്രത്യേക ഉപഗ്രഹ ഇന്റലിജൻസ് നൽകിയിട്ടുണ്ടെന്നാണ് അമേരിക്കൻ ഇന്റലിജൻസിന്റെ കണ്ടെത്തൽ. അങ്ങനെ ഈ 2 കൂട്ടരും കൂടി ഇറാനെ നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അമേരിക്കയുടെ പരിപ്പിളക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. സംഗതി ആകെ കളം മൂത്തു വരികയാണ്. ഇറാനൊപ്പം വീറ്റോ പവറുള്ള 2 വൻ ശക്തികൾ കൂടി ഒരുമിക്കുമ്പോൾ ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് വിജയം എന്ന സ്വപ്നം വെറും വാചക കസർത്തായി മാത്രം നമ്മൾ കണ്ടാൽ മതി. അമേരിക്കൻ സൈനിക താവളങ്ങൾ മുഴുവൻ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകണം എന്നാണ് ഇറാന്റെ മറ്റൊരു ഡിമാൻഡ്. അമേരിക്ക മിഡിൽ ഈസ്റ്റിൽ ഇനി ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയൊക്കെ ഒരു കരാർ വെക്കാന്ന് പറഞ്ഞാൽ വലിയ ഒരു സംഭവം തന്നെയാണ് കേട്ടോ. ഇതൊന്നും അമേരിക്കയ്ക്ക് അംഗീകരിക്കാൻ കഴിയില്ല. എന്നാൽ ഇങ്ങനെ കരാർ അംഗീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഹോർമുസ് തുറക്കില്ല എന്ന് പറയുന്ന ഇറാൻ അമേരിക്കയെ ശരിക്കും യുദ്ധത്തിലേക്ക് ക്ഷണിക്കുകയാണ് എന്നാണ് പറയേണ്ടത്. ഹോർമുസിൽ ഇതിനകം തന്നെ ഇറാൻ ഏതാണ്ട് 200-ലധികം കപ്പലുകൾ കടത്തിവിട്ടിട്ടുണ്ട്. അതെല്ലാം വലിയ തുക മേടിച്ചുകൊണ്ടാണ് പറഞ്ഞു വിട്ടിട്ടുള്ളത്. ഇന്ത്യൻ കപ്പലുകൾ വരെ ഇങ്ങനെയാണ് കടന്നിട്ടുള്ളത്. നമ്മളിവിടെ എന്താ പറഞ്ഞത്? ഇറാൻ പ്രത്യേക താല്പര്യം എടുത്തുകൊണ്ട് ഇന്ത്യൻ കപ്പലുകൾ മാത്രം കടത്തിവിടുന്നു എന്നൊക്കെ ഇവിടെ അടിച്ചിറക്കും. ചുമ്മാതാണ്. നല്ല കാശ് കൊടുത്തിട്ടാണ് ഈ കപ്പലെല്ലാം വരുന്നത്. അല്ലാതെ അവിടുന്ന് ഒരു മനുഷ്യനെയും കടത്തിവിടുന്നില്ല. റഷ്യയുടെയും ചൈനയുടെയും ഒക്കെ കപ്പൽ വേണമെങ്കിൽ കടത്തിവിടുമെന്നല്ലാതെ വേറെ ഒരു മനുഷ്യൻ്റെ കപ്പൽ കടത്തിവിടില്ല. കാരണം ഇവർ രണ്ടുപേരോട്ട് മാത്രമേ ഈ ഇറാൻ ഇപ്പോൾ നിലവിൽ കമ്പനിയുള്ളൂ. ഈ ഇന്ത്യക്ക് തരം പോലെ നിൽക്കുന്ന രാജ്യമായതുകൊണ്ട് ഇന്ത്യയോടൊന്നും ഇറാനൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ട് നല്ല തുക ഇറാനിൽ അടച്ചിട്ടാണ് ഇന്ത്യൻ കപ്പലുകൾ ഹോർമസ് എന്ന വേലി ചാടി ഇപ്പുറത്തെത്തിയിട്ടുള്ളത്. $20 ലക്ഷം വരെ ഇറാൻ ചില കപ്പലുകളിൽ നിന്ന് കൂലിയായിട്ട് വാങ്ങുന്നുണ്ട് എന്നൊക്കെയാണ് അറിയുന്നത്. ശരിക്കും ചൈനയാണ് ഇറാന്റെ 90% എണ്ണ വാങ്ങി കാശ് കൊടുത്ത് യുദ്ധം ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയേണ്ടതുണ്ട്. ഇറാനെ ചൈന ഇങ്ങനെ സഹായിക്കരുത് എന്ന് അപേക്ഷിക്കാൻ വേണ്ടി ട്രംപ് അടുത്ത മാസം ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്താനുള്ള പദ്ധതിയൊക്കെ ഇടുന്നുണ്ട്. അയാൾ നേരത്തെ പോകാൻ വേണ്ടി തീരുമാനിച്ചാണ്. അതിനിടയ്ക്കാണ് ഗൾഫ് വാർ ഇങ്ങനെ വന്നത്. പിന്നെ അയാൾക്ക് പോകാൻ പറ്റിയില്ല. അയാൾ ചൈനയിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. ചൈനയ്ക്ക് 200% ടാക്സ് ഒക്കെ അടിച്ചു കൊടുത്ത പാർട്ടിയാണ് പിന്നെയും നാണമില്ലാതെ ചൈനയിലേക്ക് ഇടിച്ചു കയറാൻ പോകുന്നത്. ഇയാളൊരു മനുഷ്യനല്ലെന്നാണ് തോന്നുന്നത്. ഒരു ഉളുപ്പുമില്ല.
എന്തും പറയും, എന്തും ചെയ്യും. ചൈനയിൽ ചെന്നിട്ട് ചൈനയുമായിട്ട് വ്യാപാരം, സാങ്കേതിക വിദ്യ, സൈനിക വിഷയങ്ങൾ ഇവയിലൊക്കെ നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാം എന്ന തരത്തിലുള്ള ഒരു ഉച്ചകോടിയാണ് ട്രംപ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. പിന്നെ ഈ ട്രംപിനെ അമേരിക്കയൊക്കെ ചൈനയ്ക്ക് നല്ല വിശ്വാസമുള്ളത് കൊണ്ട് ട്രംപ് പറഞ്ഞതേ വാ നമുക്കിതെല്ലാം ഒപ്പുവെച്ചേക്കാം എന്ന് ചൈന പറയും. അതിന് കാത്തിരുന്നാൽ മതി. ഇയാളെന്നും ആർക്കും വിശ്വാസമൊന്നുമില്ല. അതുകൊണ്ട് ഇയാൾ വരുമ്പോൾ ചൈന എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തിട്ട് എന്നാൽ അടുത്ത വണ്ടിക്ക് കയറിക്കൂ, നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞ് വിടത്തേ ഉള്ളൂ. അതേസമയം ഇറാനും അമേരിക്കയുമായിട്ട് ഇങ്ങനെ ചർച്ചയൊക്കെ നടക്കും. പക്ഷേ ഞങ്ങൾ ഇറാനെതിരെ യുദ്ധം തുടരുമെന്നാണ് നെതന്യാഹു വീണ്ടും വീണ്ടും പറയുന്നത്. ഇറാനെ സംബന്ധിച്ച് അതൊരു വലിയ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം യുദ്ധം തുടരുന്നതാണ് ഇറാൻ എപ്പോഴും നല്ലത്. ഈ യുദ്ധം ഉണ്ടെങ്കിൽ മാത്രമേ ഇസ്രായേലിനെ പൂർണ്ണമായും തകർക്കാൻ ഇറാന് കഴിയുള്ളൂ. ഇറാൻ വിചാരിച്ചാൽ ഇസ്രായേലിനെ പൂർണ്ണമായും തീർക്കാൻ കഴിയുമെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളൊന്നും തടയാനുള്ള കാര്യത്തൊന്നും ഇപ്പോൾ നിലവിൽ ഇസ്രായേലിനില്ല. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ തകർക്കാൻ ഇറാന് വളരെ ഈസിയായ കാര്യമാണ്. മിസൈലുകളുടെ എണ്ണം അങ്ങോട്ട് കൂട്ടിയാൽ മതി. എന്നാൽ ഇസ്രായേൽ ഇങ്ങനെ തകരുന്നത് കണ്ട് എങ്ങനെയെങ്കിലും ഈ യുദ്ധം അവസാനിപ്പിക്കേണ്ടത് ട്രംപിന്റെ ആവശ്യമായിട്ടാണ് മാറിയിരിക്കുന്നത്. ഇസ്രായേലിനേക്കാൾ ട്രംപിനാണ് ഇസ്രായേൽ തകരുന്നതിനുള്ള ദണ്ണം കൂടുതൽ. അതുകൊണ്ട് തന്നെ ഇറാൻ തകർന്നു, ഇനി അവരിൽ നിന്നും ഒന്നും ബാക്കിയില്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടാനുള്ള ഒരു അവസാനത്തെ വഴിയായിട്ടാണ് ട്രംപ് പാകിസ്ഥാനിലെ ചർച്ചയെ കണ്ടിട്ടുള്ളത് എന്ന് നമ്മൾ അറിയണം. അതിപ്പം ഗോവിന്ദായിരിക്കുകയാണ്. ഇനി ട്രംപ് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നൊരു ആകാംക്ഷയിലാണ് ലോകം ഇപ്പോഴുള്ളത്. ട്രംപ് എന്ത് ചെയ്യാൻ? അയാളൊന്നും ചെയ്യില്ല. അയാൾക്കൊന്നും ചെയ്യാനും കഴിയില്ല. കാരണം അയാൾ ചെയ്യാവുന്നതിൻ്റെ പരമാവധി ഇറാനിൽ ചെയ്തു കഴിഞ്ഞു. ഇനി വേണമെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഒരു ആണവ കൊണ്ട് ഇറാനിൽ ഇടാം. പക്ഷേ ഇറാൻ ചിലപ്പോൾ തിരിച്ച് ഒരെണ്ണം ഇസ്രായേലിൽ വിട്ടാൽ അതോടുകൂടി കഥ കഴിയും. ഏതായാലും മറ്റൊരു വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാവുന്നതാണ്.